ലോൺ ആപ്പ് കെണിയിൽ മലയാളികൾ വീണതിന്റെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ദേശീയ പോർട്ടലായ NCRPയിൽ 3 വർഷത്തിനിടെ കേരളത്തിൽ നിന്നും മാത്രം 16,000-ലേറെ പേരാണ് പരാതി നൽകിയത്. എന്നാൽ തുടർ നടപടി സ്വീകരിക്കാനും FIR രജിസ്റ്റർ ചെയ്യാനും 284 പേർ മാത്രമാണ് തയ്യാറായത്. 70 കോടി രൂപയോളം നഷ്ടപ്പെട്ടതിൽ 28 കോടി രൂപ പോലീസ് തിരിച്ചുപിടിച്ചു. കോവിഡ് മഹാമാരിക്ക് ശേഷം ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചതോടെയാണ് ഇത്തരം വ്യാജ ആപ്പുകൾ കേരളത്തിൽ പിടിമുറുക്കിയത്. 2021 മുതൽ ഇത് വ്യാപകമായി പരാതികളിൽ ഉൾപ്പെടെ 1836 ലോൺ ആപ്പുകൾ പോലീസ് ഇടപെട്ട് നീക്കം ചെയ്തിട്ടുണ്ട്. ഇതിനിടെ സംസ്ഥാനത്ത് നടന്ന 7 ആത്മഹത്യകൾക്ക് ഇത്തരം തട്ടിപ്പുകളുമായി ബന്ധമുണ്ടെന്നാണ് കേരള പോലീസ് പറയുന്നത്. കണ്ണൂരിലെ ഡെന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തോടാണ് ലോൺ ആപ്പ് കെണിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത്. ആകെയുള്ള ഇരകളിൽ 20% വീട്ടമ്മമാരാണ്. ഇതിനു പുറമെ 32% സ്വകാര്യ കമ്പനി ജീവനക്കാരും 9%-ഓളം വ്യാപാരികളും 4%-ലധികം വിദ്യാർത്ഥികളുമാണ് തട്ടിപ്പിന് ഇരയായത്. ഡ്രൈവർമാർ, പെൻഷൻകാർ എന്നിവരും വലയിലായിട്ടുണ്ട്. മലപ്പുറം, എറണാകുളം, റൂറൽ, പാലക്കാട്, ആലപ്പുഴ എന്നിവിടങ്ങളിൽ 1000-ലധികം കേസുകൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉള്ളവരാണ് തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബീഹാർ, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ഡൽഹി, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് സംഘത്തിലുള്ളത്. ഇവർ തട്ടിയെടുക്കുന്ന പണം ക്രിപ്റ്റോ കറൻസിയാക്കി കംബോഡിയ, ചൈന, മലേഷ്യ, സപ്രസ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്ക് മാറ്റുന്നതായി സൈബർ ക്രൈം വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോട് സിറ്റി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ സമാനമായ 3 കേസുകളാണ് ഇതിനോടകം രജിസ്റ്റർ ചെയ്തത്. 2022 ഏപ്രിൽ 6-നാണ് ആദ്യ കേസ്. പരാതിക്കാരിയുടെ ഫോണിൽ അപേക്ഷിക്കാതെ തന്നെ 3300 രൂപ അക്കൗണ്ടിലെത്തി. പിന്നീട് പലിശയടക്കം 6000 രൂപ തിരിച്ച് ഈടാക്കി. കൂടുതൽ പണം ആവശ്യപ്പെട്ട് നിരന്തരം ശല്യപ്പെടുത്തൽ ആരംഭിച്ചു. 2 മാസത്തിന് ശേഷം ഇവരുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചതോടെയാണ് യുവതി പോലീസിനെ സമീപിച്ചത്. നിയമാനുസൃതമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മറ്റൊരു യുവതിക്ക് 39,000 രൂപ നഷ്ടമായി. ഇവരുടെ മോർഫ് ചെയ്ത ചിത്രങ്ങളും ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും സംഘം അയച്ചു. അടുത്തിടെ 10 മിനിറ്റിൽ 55,000 രൂപ വായ്പയെന്ന വാഗ്ദാനത്തിൽ ഫോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത കോഴിക്കോട് സ്വദേശിയായ യുവാവിന് 65,000 രൂപയാണ് നഷ്ടമായത്. കെണിയിൽപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കേരള പോലീസ് വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഔദ്യോഗിക NCRP പോർട്ടലായ cybercrime.gov.in എന്ന വെബ്സൈറ്റിലാണ് ആദ്യം പരാതി നൽകേണ്ടത്. പുതിയ ഉപഭോക്താക്കൾ സ്വന്തം പേരും ഇന്ത്യൻ മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് OTP മുഖേന ലോഗിൻ ചെയ്യണം. തുടർന്ന് മറ്റ് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് രേഖപ്പെടുത്തിയ ലിങ്ക് വഴി പരാതി നൽകാം. കുറ്റകൃത്യത്തിന്റെ ഉപവിഭാഗമായി സാമ്പത്തിക തട്ടിപ്പുകൾ എന്ന് തിരഞ്ഞെടുത്ത് വിവരങ്ങൾ, തീയതി, സമയം എന്നിവയ്ക്ക് പുറമെ വ്യക്തമായ തെളിവുകളും അപ്ലോഡ് ചെയ്യണം. ഇതിനുശേഷം ലഭിക്കുന്ന റഫറൻസ് നമ്പർ ഉപയോഗിച്ച് പരാതിയുടെ അന്വേഷണ പുരോഗതി അറിയാം എന്നുള്ളതാണ് കേരള പോലീസ് പറയുന്നത്. തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് പറയാതെ ഇരിക്കരുത്. അത് അപ്പോൾ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പോൾ ആപ്പ് മുഖാന്തരമോ അപ്പോൾ തന്നെ പരാതി രേഖാമൂലം അറിയിക്കണം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പോലീസ് പറയുന്നത്.